അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് നല്ല വിചാരമുണ്ടായിരിക്കേണ്ട മറ്റൊരു സന്ദർഭം അല്ലാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ, അല്ലാഹുവിനോട് പ്രായശ്ചിത്തം തേടുമ്പോൾ എന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കും. എന്റെ പാപങ്ങൾ അത് എത്ര അധികമായാലും, എത്ര അധികരിച്ച പാപങ്ങളാണെങ്കിലും, ആകാശം മുട്ടുമാറ് പാപങ്ങൾ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ മരുഭൂമിയിലെ മണൽത്തരികളെക്കാളും പാപങ്ങൾ ഉണ്ടായാലും, കടലിലെ നുരകൾ പോലെ പാപങ്ങൾ ഉണ്ടായാലും, എന്റെ റബ്ബ് എനിക്ക് പ്രായശ്ചിത്തം നൽകും, എന്റെ തൗബ സ്വീകരിക്കുമെന്ന നല്ല വിചാരമായിരിക്കണം അവൻ അല്ലാഹു തആലയോട് ഉണ്ടായിരിക്കേണ്ടത്. ആ വിചാരത്തോടു കൂടിയായിരിക്കണം അവൻ അല്ലാഹുവിനോട് തൗബ ചെയ്യേണ്ടത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ജാ ഫീ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു ഖാല അല്ലാഹു തആല പറയുകയാണ് ഖുദ്സിയായ ഹദീസിൽ, യബ്ന ആദം ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി. ഹേ ആദം സന്തതി, അല്ലാഹു തആല വിളിക്കുകയാണ്, ഓരോ മനുഷ്യരെയും വിളിക്കുകയാണ് അല്ലാഹു തആല. അല്ലാഹു തആല പറയുകയാണ്, നീ എന്നിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് നീ എന്നോട് ദുആ ചെയ്യുകയാണ്, എന്നോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്, ഞാൻ അവഗണിച്ചു കളയും. നിന്റെ പാപങ്ങൾ എത്രയുണ്ടെങ്കിലും ഞാൻ അത് കാര്യമാക്കുകയില്ല, നിനക്ക് ഞാൻ പുറത്തു നൽകും എന്ന് അല്ലാഹു തആല പറയുകയാണ്. യബ്ന ആദം, ഹേ മനുഷ്യ, നിന്റെ പാപങ്ങൾ ആകാശം മുട്ടുമാർ അത്രയും പാപങ്ങൾ ഉണ്ടെങ്കിലും എന്നിട്ട് നീ എന്നോട് ഇസ്തിഗ്ഫാർ തേടുകയാണെങ്കിൽ ഗഫർതു ലക വലാ ഉബാലി, നിന്റെ പാപങ്ങളെ ഞാൻ കാര്യമാക്കാതെ എത്രയാണെങ്കിലും ശരി ഞാൻ നിനക്ക് പുറത്തു നൽകുന്നതാണ്. പിന്നെ അല്ലാഹു തആല പറയുകയാണ്, യബ്ന ആദം, ഭൂമി നിറയെ പാപങ്ങളുമായി കൊണ്ട് നീ എന്റെ അടുക്കൽ വരികയും എന്നിട്ട് എന്നിൽ ശിർക്ക് ചെയ്യാത്തവനായിക്കൊണ്ട് നീ എന്നെ കണ്ടുമുട്ടുകയും ചെയ്താൽ അതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമി മുഴുവനും ഭൂമി നിറച്ച് പാപമോചനവുമായി കൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ വരും എന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പോൾ തൗബ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രായശ്ചിത്തം തേടുമ്പോൾ എന്റെ പാപങ്ങൾ എനിക്ക് അല്ലാഹു തആല പ്രായശ്ചിത്തം നൽകുമെന്ന നല്ല വിചാരത്തോടു കൂടിയായിരിക്കണം അവൻ അല്ലാഹുവിനോട് പാപമോചനം തേടേണ്ടത്, തൗബ ചെയ്യേണ്ടത്.